ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കാട ഫ്രൈ ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് 6 കാടയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പപ്പും പൂടയൊക്കെ കളഞ്ഞ് ഈ ഒരു ലെവലിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബ്ലഡൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. കാണാൻ നല്ല കുട്ടി മസിൽമാനെ പോലെ ഉണ്ട്. നമുക്കതിൻ്റെ ബ്ലഡൊക്കെ പോകുന്ന വരെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. അതിനുശേഷം കട്ടിംഗ് ആണ്. അമ്മ നന്നായിട്ട് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ ഏൽപ്പിച്ചിട്ടുണ്ടത്. കാട കട്ട് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കുറച്ച് റൂളുകളുണ്ട്. അതൊക്കെ അമ്മ പറഞ്ഞു വന്നുകൊണ്ട് അമ്മ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാട. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിന് ഉള്ളിൽ കുറച്ച് വേസ്റ്റുകളുണ്ട്, അതെടുത്ത് നമ്മൾ കളയണം. അതിനിടയ്ക്ക് അമ്മ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു തരുവാണ്. ഓക്കെ, എല്ലാ കാടയും നന്നായിട്ട് കട്ട് ചെയ്ത് വേസ്റ്റൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ വാഷ് ചെയ്തെടുത്തിട്ട് ബാക്കി പരിപാടികൾ നോക്കാം. ഓക്കെ, മാക്സിമം നമ്മളത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇവിടെ നമ്മൾ ചതച്ചാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുരുമുളക് പൊടി കുറച്ച് അധികം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ഒരു ലെവലാണ്. നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അത് സെറ്റായി. ഇനി ഫ്രൈ ചെയ്യുന്ന പരിപാടിയിലോട്ട് പോവാം. അങ്ങനെ ആദ്യത്തെ കാട ഇടാൻ പോവാണ് ഗൈസ്. സോറി, എണ്ണ തിളച്ചില്ല. എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഇടുക. ഇങ്ങനെ ആക്രാന്തം കാണിക്കരുത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് പിള്ളേർ ഐറ്റംസ് ഒക്കെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കാട റെഡി ആയിട്ടുണ്ട്. കാട ഫ്രൈ ആ ഉദ്ദേശിച്ചെങ്കിൽ രണ്ടാമത് നമ്മൾ കുറച്ച് കാട ഫ്രൈ എടുത്തിട്ട് ഇത് വരട്ടി വെച്ചിട്ടുണ്ട്. രണ്ടും നല്ല ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാട ഫ്രൈ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.